തുടർച്ച. ശൂർപ്പകൻ്റെ മരണവാർത്ത എല്ലായിടത്തും അറിവായി. കൈലാസത്താണെങ്കിൽ പഴയ പോലെ വീണ്ടും വാദ്യഘോഷങ്ങളും പൂജാതി കർമ്മങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇതറിഞ്ഞ പരമശിവൻ എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് അന്വേഷിച്ചു. നാരായണൻ സ്ത്രീവേഷം ധരിച്ച് ശൂർപ്പകനെ വധം ചെയ്തു എന്നറിഞ്ഞ പരമശിവന് ആ സ്ത്രീവേഷം ഒന്ന് കാണുവാൻ മോഹമായി. ഈ വിവരം നാരായണനോട് പറയുകയും ചെയ്തു. കാണേണ്ട എന്ന് പറഞ്ഞെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി മായാവേഷധാരിയായ സ്ത്രീവേഷം കാണിച്ചു കൊടുക്കാൻ എന്ന് തീരുമാനിച്ചു. അതിമനോഹരമായ സ്ത്രീ വേഷം കണ്ട പരമശിവന് അവളിൽ അനുരാഗം വർദ്ധിക്കുകയും പുണരണമെന്ന് മോഹം മനസ്സിലുദിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ മോഹിനി ഞാൻ മായാരൂപിയാണെന്നും മോഹങ്ങളൊന്നും നടപ്പില്ലെന്നും പരമശിവനോട് പറഞ്ഞെങ്കിലും ആണെങ്കിൽ മായയോടെ ആവാമെന്നും പറഞ്ഞ് മോഹിനിയെ കൂട്ടി പള്ളിയറക്കകത്ത് പ്രവേശിക്കുന്നു. ഈ സംഗമത്തിൽ മോഹിനി ഗർഭവതിയാകുകയും ഗർഭപൂർത്തീകരണത്തിനു ശേഷം പ്രസവിക്കാൻ സാധ്യമല്ലാത്തതിനാൽ പരമശിവൻ കുഞ്ഞിനെ മോഹിനിയുടെ തുടയിലേക്കിറക്കി തുട പിളർന്ന് കുഞ്ഞിനെ എടുക്കുകയും ചെയ്യുന്നു. തുട പിളർന്ന് കയ്യിലെടുത്ത കുഞ്ഞിനെ കയ്യപ്പൻ എന്ന പേരും വിളിച്ചു. പ്രസവിച്ചുണ്ടാകുന്നതോ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതോ ആയ അവരെ ആരാലും വധിക്കാൻ സാധിക്കാതെ ഭൂലോകത്തും ദേവലോകത്തുമുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന മഹിഷാസുരനെ വധിക്കാൻ അയ്യപ്പനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പരമശിവൻ കുഞ്ഞിനെ ഭൂമിയിൽ വാഴുവാനായി പറഞ്ഞയക്കുവാൻ തീരുമാനിച്ചു. പന്തള രാജാവ് കുഞ്ഞുങ്ങളില്ലാതെ ശിവപൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന കാലത്ത് കുഞ്ഞിനെ അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ പമ്പാതീരത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി കടത്തുകയും നായാട്ടിനായി ആ വഴി വന്ന പന്തളരാജൻ കുഞ്ഞിനെ കാണുകയും കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തുകയും ചെയ്യുന്നു. ഈ കുഞ്ഞ് കൊട്ടാരത്തിൽ വളർന്ന് ആസുരീയ സ്വഭാവമുള്ളവരെയും ദുഷ്ടരെയും വധം ചെയ്ത് മഹിഷാസുരനെയും വധിച്ച് ശിഷ്ടർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് ശിഷ്ടരെ സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയിൽ കുടികൊള്ളുകയും ചെയ്തു. ഇതാണ് അയ്യപ്പൻ്റെ ജനനവുമായി ഉള്ള കഥ. ശേഷം കൊട്ടാരത്തിൽ വളരുന്ന കാലത്ത് പല അത്ഭുത വിദ്യകൾ കാണിക്കുകയും മറ്റ് കഥയിലേക്ക് ചേർക്കാവുന്ന മറ്റു പല പാട്ടുകളും ഈ കഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടതാണ്. ചുരുക്കത്തിൽ അയ്യപ്പൻ്റെ ജനനം ഇവിടെ ചെറിയ രീതിയിൽ വിവരിച്ചു. ഈ കഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.